ശിവഭഗവാൻ തൻ്റെ നടരാജ നൃത്തം അവതരിപ്പിച്ച 5 ഏറ്റവും പവിത്രമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെൽവേലിയിൽ ഉയർന്നു നിൽക്കുന്ന നെല്ലയ്യപ്പർ ക്ഷേത്രം. പുരാണങ്ങൾ അനുസരിച്ച് ഈ ക്ഷേത്രം എ.ഡി. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വലിയ മണ്ഡപങ്ങളും ഗോപുരങ്ങളുമൊക്കെയായി നിലനിൽക്കുന്ന ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രം കൂടിയാണ്. നിർമ്മിതിയിൽ ഏറെ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിൽ കാണാം. അതിലേറ്റവും പ്രസിദ്ധം ഇവിടുത്തെ സംഗീതം പൊഴിക്കുന്ന തൂണുകളാണ്. കരിങ്കല്ലിൽ നിർമ്മിച്ച തൂണുകളിൽ സപ്തസ്വരങ്ങൾ താളം പൊഴിക്കുന്നത് കണ്ടറിയേണ്ട അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. ശിവഭഗവാൻ താണ്ഡവമാടിയ സംഗീത തൂണുകളുള്ള ഈ ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നും നമുക്കൊരു ട്രെയിൻ യാത്ര പോയി വന്നാലോ? നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്നുമാണ്. ട്രെയിൻ നമ്പർ 567-05 പുനലൂർ കന്യാകുമാരി പാസഞ്ചർ ട്രെയിനിലാണ് നമ്മുടെ യാത്ര. പുനലൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 6:35 ആരംഭിച്ച് കൊല്ലം തിരുവനന്തപുരം വഴി കന്യാകുമാരി വരെ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണിത്. ഈ ട്രെയിൻ കൊല്ലത്ത് രാവിലെ 7:45 എത്തും. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ട്രെയിൻ ഒരു 9:30 ആയപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലെത്തും. നമുക്കിനി തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ 11:35 ആരംഭിച്ച് തിരുച്ചിറപ്പള്ളി വരെ പോകുന്ന തിരുച്ചിറപ്പള്ളി സൂപ്പർഫാസ്റ്റ് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യേണ്ടത്. തിരുവനന്തപുരത്തു നിന്നും തിരുനെൽവേലിയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. ജനറൽ ടിക്കറ്റാണ്. ഒരാൾക്ക് 85 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കൂടുതൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലുള്ള തിരക്ക് വളരെയധികം കുറവുള്ള ഒരു ട്രെയിനാണിത്. ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ ട്രെയിൻ തിരുനെൽവേലി ജംഗ്ഷനിലെത്തും. തിരുനെൽവേലി സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ AC വെയിറ്റിംഗ് ഹാളുണ്ട്. മണിക്കൂറിന് 20 രൂപയാണ്. അത്യാവശ്യം വൃത്തിയുള്ള ഒരു AC വെയിറ്റിംഗ് ഹാളാണ്. അവിടെ കയറി ഒന്ന് ഫ്രഷായി റെസ്റ്റ് എടുത്തതിന് ശേഷം പ്ലാറ്റ്ഫോം നമ്പർ 1-ലുള്ള ക്ലോക്ക് റൂമിൽ ലഗേജ് കൊണ്ടുവച്ചു. 20 രൂപയാണ്. ഇനി നേരെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ നേരെ കാണുന്നതാണ് പെരിയാർ ബസ് സ്റ്റാൻഡ്. അവിടുന്ന് നമുക്ക് എപ്പോഴും ബസ് കിട്ടും. ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ പോകും കേട്ടോ. പ്രൈവറ്റ് ബസ് ആണെങ്കിൽ 12 രൂപയും ഗവൺമെൻറ് ബസ് ആണെങ്കിൽ ഒരാൾക്ക് 7 രൂപയുമാണ് ബസ് ചാർജ്. നമ്മൾ കറക്റ്റ് ഒരു 4:30 കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിലെത്തി. ഇവിടെ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4:30 മുതൽ രാത്രി 9:30 വരെയുമാണ്. നമ്മുടെ ഫേമസ് ഒറിജിനൽ തിരുനെൽവേലി ഇരുട്ടുകട ഹലുവ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ട് ാണ് കേട്ടോ. താമരഭരണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശിവലിംഗ രൂപത്തിലാണ് ഭഗവാൻ ശിവനെ ആരാധിക്കുന്നത്. കാന്തിയമ്മനായാണ് പാർവതി ദേവിയുള്ളത്. തമിഴ്നാടിൻ്റെ ചരിത്രത്തോടും പുരാണങ്ങളോടും ഏറെ ചേർന്നു നിൽക്കുന്ന ക്ഷേത്രമാണ് തിരുനെൽവേലിയിലെ നെല്ലയ്യപ്പർ ക്ഷേത്രം. നമ്മൾ ദർശനമൊക്കെ നന്നായി കഴിഞ്ഞു. ഒരുപാടുണ്ട് ഇവിടെ കാണാനായി. ഭഗവാൻ നാരായണൻ്റെ ഒരു വലിയ പ്രതിഷ്ഠ തന്നെ ഈ ക്ഷേത്രത്തിലുണ്ട് കേട്ടോ. നമ്മുടെ തിരിച്ചുള്ള യാത്ര ട്രെയിൻ നമ്പർ 167-91 പാരരുവി എക്സ്പ്രസ്സിലാണ്. എല്ലാ ദിവസവും രാത്രി 9:40 തൂത്തുക്കുടിയിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 10:30 കഴിയുമ്പോൾ തിരുനെൽവേലിയിലെത്തും. ഈ ട്രെയിനിൽ തിരുനെൽവേലിയിൽ നിന്നും കൊല്ലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സ്ലീപ്പറാണ്. 150 രൂപയാണ് ഒരാൾക്ക്. ട്രെയിൻ വെളുപ്പിനൊരു 4 മണിക്ക് കൊല്ലത്തെത്തും കേട്ടോ.